യൂട്യൂബറായിട്ടുള്ള മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന കല്യാണിയും അതുപോലെ തന്നെ ക്ലിനിക്കുകാരും തമ്മിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇപ്പം ക്ലിനിക്കുകാരുണ്ടെങ്കിൽ ഈ ഒരു മൈ വേ കല്യാണിക്കെതിരെ, അതായത് കല്യാണിക്കെതിരെ ഒരു ആരോപണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ കല്യാണി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ കല്യാണി എന്തൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവർക്കെതിരെ, ഈ ഒരു ക്ലിനിക്കുകാർക്കെതിരെ പറയുന്നത്, തെളിവുകളോടെയാണ് പറയുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഇഷ്യൂവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവരാണെങ്കിൽ ആദ്യം തൊട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴത്തെ കാര്യം സംസാരിക്കുന്നതായിരിക്കും. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പും ചെയ്തേക്കോ, എന്നാൽ മാത്രമേ കുറേയധികം പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിൽ ഏകദേശം മില്യനോളം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ആദ്യമേ ഉണ്ടെങ്കിൽ ഫാമിലി വ്ളോഗും കാര്യങ്ങളായിട്ട് തുടങ്ങി, പിന്നെ ഈ ബ്യൂട്ടി വ്ളോഗ്സ് അതും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ്, രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടുള്ളതാണ് ഇവരെ ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് നാളുകളായിട്ട് ഇവരെ മുഖത്ത് എന്തോ ഒരു പാട് പോലെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ച് കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്താണ് ഫേസിനെ പറ്റി, എന്താണ് ആ പാട് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിനൊന്നും ആ സമയത്ത് കല്യാണി മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്സ് ഈ ഒരു കല്യാണി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വീട്ടുകാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഇതേ കണക്ക് ഫേസിന് എന്ത് പറ്റിയെന്ന് കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് എനിക്ക് ഫേസിൽ ഇതേ കണക്കൊരു പാട് വന്നത് മാറ്റണം എന്ന് പറഞ്ഞ് ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ ഉള്ള ഡോക്ടേഴ്സിനൊന്നും വലുതായിട്ട് ഒരു കാര്യമൊന്നും അറിയത്തില്ല. അവർ നമ്മളെ ബില്ലിൽ പറ്റിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ആരോപണം ആ ഒരു വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം കുറേയധികം പേര് കമൻറ്റ്സ്, കുറേയധികം ക്ലിനിക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടുന്ന സമയത്ത് ഏതോ ഒരു സ്ത്രീ വന്നിട്ട് ഇത് കണക്ക് തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ക്ലിനിക്കിൻ്റെ പേരിടുന്നു. ഈ ഒരു കല്യാണി ഉണ്ടെങ്കിൽ അതിന് താഴെ വന്ന് കമൻറ്റ്സ് ഇട്ടു അതേന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതോടെയാണ് കുറേയധികം ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലിനിക്കുകാരെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഉണ്ട്, അതിൽ പോയി കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് കുറേയധികം പേരിട്ടിട്ടുണ്ടായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ ഇവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരുന്നു, അത് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് വന്നതോടെ ഈ ക്ലിനിക്കുകാരെന്ത് ചെയ്ത് ഇതിനെതിരെ മറുപടിയായിട്ടൊരു വീഡിയോ ഒരു യൂട്യൂബർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവർ സംസാരിക്കുന്നതിൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബർ എടുത്തിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് എന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ക്ലിനിക്കിലുള്ള വ്യക്തി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഈ കല്യാണി പറയുന്ന കണക്കൊന്നും അല്ല സംഭവം, ബില്ലൊന്നും കൊടുത്തില്ല, ബില്ലിൻ്റെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അല്ല സത്യം. ഈ കല്യാണി ഏകദേശം 8 മാസത്തോളം ഞങ്ങളുടെ ഈ ഒരു ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഏതോ ഒരു ക്രീം വാരി തേച്ചിട്ട് എന്തോ മുഖത്തിന് പ്രശ്നം വന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു കല്യാണി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്നുള്ളതും, അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ദിവസത്തോളം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തും ഇതേ കണക്ക് വന്നിട്ട് പോകുമ്പോഴത്തേന് ബില്ലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കഴിഞ്ഞ് ഓരോ ദിവസങ്ങളായിട്ട് മാസങ്ങളോളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവസാനമായപ്പോഴത്തേന് ഈ ഒരു കല്യാണിക്ക് വേറെ ഏതോ ഒരു ക്ലിനിക്കിൽ നിന്ന് ഇതേ കണക്ക് ഓഫർ കുറച്ച് പൈസയിൽ കിട്ടും, ഇതിന് ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നതായ സമയത്ത് ഈ ഒരു കല്യാണിക്കുണ്ടെങ്കിൽ അവിടേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ ആവുകയും ഇവരുടെ അടുത്ത് വന്നിട്ട് ഇത് കണക്ക് ബില്ല് തരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ നേരത്തെ തന്നെ അവർ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുണ്ടെങ്കിൽ ബില്ല് തന്നില്ല എന്നുള്ള പേരിൽ അവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഭർത്താവ് വരെ വന്നിട്ട് പ്രശ്നങ്ങളാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ കൊളാബിന് ആവശ്യപ്പെട്ടു, രണ്ടാമതോ മൂന്നാമതോ വന്നപ്പോൾ കൊളാബിന് വരെ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേസിന് പോയി എന്നുള്ള കാര്യം. അവരല്ല ആദ്യമേ കേസിന് പോയത്, ഞങ്ങളാണ് ഇവർക്കെതിരെ ആദ്യമേ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതേ കണക്ക് ഇവർ വന്ന് ബില്ല് ഞങ്ങൾ തെറ്റായിട്ട് കൊടുത്തു, ഞങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ ക്ലിനിക്കിൽ ആൾക്കാരെന്ത് ചെയ്ത് പോലീസിന് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഈ കല്യാണിയെ വിളിക്കുകയും അവിടെ വന്നിട്ടാണ് ഇത് കണക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
ഈ കല്യാണി പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കല്യാണിയല്ല ആദ്യമേ പരാതി കൊടുത്തതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ കല്യാണി പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ്, ചുമ്മാ വെറുതെ ഓരോന്നിരുന്ന് പറയുകയാണ്. അവർക്ക് ഈ കൊളാബിൻ്റെ പേരും പറഞ്ഞൊക്കെ കുറേയധികം കാര്യങ്ങൾ ഇഷ്യൂ ആയതാണ്. ഞങ്ങളെല്ലാ ബില്ലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 8 മാസം ഒരാളെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യാതിരിക്കുക, അതായത് ബില്ലൊന്നും വാങ്ങാതിരിക്കുക, അതൊക്കെ കള്ളമല്ലേ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു വോയിസ് അവിടുത്തെ ക്ലിനിക്കിലുള്ള ആൾക്കാർ ഈ സംസാരിക്കുന്ന വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം കല്യാണിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ തുടങ്ങി. കാരണം ഈ പറയുന്നതൊക്കെ സത്യമാണല്ലോ. ഇത് കണക്ക് 8 മാസത്തോളമൊക്കെ വരുന്ന സമയത്ത് ഇത് കണക്ക് ബില്ലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും തരാതിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കല്യാണി മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ കുറേയധികം പേര് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് ഇത് കണക്ക് കല്യാണി ഇതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കല്യാണി ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഏകദേശം 10-20 മിനിറ്റോളം വരുന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ ആദ്യമേ തുടങ്ങുന്ന തന്നെ കുറേയധികം പേരുണ്ടെങ്കിൽ കാര്യം അറിയാതെയാണ് ഇത് കണക്ക് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഓരോന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പാടൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ക്ലിനിക്കിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് കണക്ക് ഏതോ ഒരു ക്രീം വാരി തേച്ചിട്ടാണ് ഇത് കണക്ക് പ്രശ്നം വന്നേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാടെന്ന് പറയുമ്പോഴത്തേന് ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് കുട്ടിയൊക്കെ ജനിക്കുന്ന സമയത്തൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇപ്പം വെക്കാം. ആ ഒരു സമയത്ത് എനിക്കിതേ കണക്ക് പാടൊക്കെ വരാറുണ്ടായിരുന്നു. ഈ ഒരു പാടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് കുറച്ച് പാരമ്പര്യമായിട്ട് ഇതേ കണക്ക് ഫേസിൻ്റെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാടൊക്കെ വരാറുണ്ട്. അതേ കണക്ക് വന്ന സമയത്തുണ്ടെങ്കിൽ ഓക്കെ ഒന്ന് ഇതേ കണക്ക് ഞാനുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ ആ ക്ലിനിക്കിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്നുള്ള വെച്ചിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വരും എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ 8 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 8 മാസത്തോളമൊന്നും അവിടെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. 4-5 മാസമേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചിലവ് കൂടിയൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് എന്നുള്ള രീതിയിലും കൂടി കല്യാണി പറയുന്നുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത് ഇത്രയും മാസങ്ങൾക്കിടയിൽ എന്നാണ് ഈ ഒരു കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇവരെല്ലാം ബില്ല് തന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യം. ഇതൊന്നും സത്യമല്ല എന്നതാണ് കല്യാണി പറയുന്നത്. ഞാൻ അവിടെ ഓരോ സമയത്ത് ചെല്ലുന്ന സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന സമയത്തൊക്കെ ജസ്റ്റ് എഴുതി തരുന്നത് മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവിടെ ഡേറ്റ എല്ലാം ചെയ്ത് അങ്ങനെ എനിക്ക് തന്നതല്ല. ജസ്റ്റ് എഴുതി തരുന്ന പോലത്തുള്ള ബില്ലാണ് അങ്ങനത്തെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ടുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ബില്ലോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അതെല്ലാം പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിച്ചിട്ട് താനിങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ മാസങ്ങളോളം നടന്നുകൊണ്ട് വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്തെല്ലാം ഈ ഭയങ്കരമായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത് കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതേണക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചു വരുമായിരുന്നു. വന്ന സമയത്തുണ്ടെങ്കിൽ മുഖത്ത് ഭയങ്കരമായിട്ട് ചുമന്ന പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ ഇതേ കണക്ക് ഫേസിൻ്റെ ചുമന്നിരിക്കുന്നത് അതേ കണക്ക് ഫേസ് ഉണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാട്സപ്പ് അയച്ചു കൊടുത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചെന്ന് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്, അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേന് ചെറിയൊരു സൈഡ് എഫക്റ്റ് ഒക്കെ വരാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം ഉണ്ടെങ്കിൽ തേച്ച് നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണി. എന്തായാലും ആ സമയത്ത് കല്യാണി ചോദിച്ചെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ക്രീം തേച്ചാൽ മതിയായിരുന്നല്ലോ, ഇതൊക്കെ മാറാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഓക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ദിവസങ്ങളോടെ ഇതിൻ്റെ കാര്യപ്പിറവയൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്ന സമയത്താണ് നമുക്കുണ്ടെങ്കിൽ ഇതേണക്ക് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു കുറേ നാളായിട്ട് പോകുന്നുണ്ട്. ഈ പൈസയുടെ ബില്ലും കാര്യങ്ങളൊന്നും തരുന്നില്ല. പിന്നെ ഈ ഫീസിനും കുറേയധികം കാര്യങ്ങൾ മാറുന്നതൊന്നും വലുതായിട്ടില്ല. ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നിർത്താം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് എനിക്ക് ബില്ല് അയച്ചു തരണം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബില്ല് അയച്ചു തരൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ സമയത്ത് ഇവരുണ്ടെങ്കിൽ ഒരു ബില്ല് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് അയച്ചു കൊടുത്ത സമയത്ത് അത് ആ ഒരു ബില്ല് അയച്ചു തന്നതിൻ്റെ PDF പോലെ അയച്ചു തന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ആ ഒരു ചാറ്റൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു കല്യാണി ആ ഒരു വീഡിയോയ്ക്കകത്തും. അതിന് ശേഷം ഉണ്ടെങ്കിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എത്രയൊക്കെ ആയി എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ തൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ
ബാങ്കിൽ പോയിട്ട് ഇവിടത്തേക്ക് അയച്ചത് ഈ ഒരു എത്ര രൂപയായി എന്നുള്ളത് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എടുത്ത സമയത്ത് ഇവർ തന്ന ബില്ലും ഇത് കാണിച്ചിരുന്നത്, അതായത് ഞങ്ങൾ അയച്ചു കൊടുത്തേക്കുന്നതും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മനസ്സിലായതും അങ്ങനെയാണ് ഞാനും ഭർത്താവും അവിടെ ചെന്ന് അവരുടെ അടുത്ത് ആദ്യമായിട്ട് ചെന്ന് സംസാരിക്കുമായിരുന്നു. ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ബില്ല് ഫുള്ളായിട്ട് തരണം, ഇത് ഫുൾ കാര്യമില്ലല്ലോ, നിങ്ങളെന്തിനാണ് അങ്ങനെ ഫുള്ളായിട്ട് തരാതിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവർ പറയുന്നുണ്ട് ബില്ല് ഫുള്ളായിട്ട് തന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെന്ന് സംസാരിച്ച് ഞങ്ങൾ നോർമലായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരത് ഞങ്ങളവിടെ വന്ന് വഴക്കുണ്ടാക്കി, ഭർത്താവ് വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളവിടെ ചെന്ന് നോർമലായിട്ട് സംസാരിച്ചതേ ഉള്ളായിരുന്നു. അവരെന്നിട്ട് ബില്ലോ കാര്യങ്ങളൊന്നും തന്നില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പൊയ്ക്കോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ഞങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസുകാർ പിറ്റേ ദിവസം ഞങ്ങളെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൂട്ടരും അവിടെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നതിന് ശേഷം ഇതാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് കണക്ക് അവർ ബില്ല് തന്നോളാം എന്നുള്ള രീതിയിൽ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എഴുതി കൊടുത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു കല്യാണി തന്നെ ആ ഒരു വീഡിയോയിൽ പുറത്ത് വിടുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായതോ ഇവർ പറഞ്ഞതെല്ലാം കള്ളമാണ്, ഫുൾ ബില്ല് കൊടുത്തു എന്നുള്ളത്. പിന്നെ അവർ ഫുൾ ബില്ല് കൊടുത്തെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ എഴുതി കൊടുത്തേക്കുന്നത് ഇതേ കണക്ക് ഞങ്ങളുണ്ടെങ്കിൽ ഫുൾ ബില്ല് കൊടുത്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം അവർ എഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പം ഈ ഒരു ഓഡിയോയിൽ ഇവർ പറയുന്നതെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയാണ്. നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട്, അത് തെളിയിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് നന്മയാണ്, അവരാണ് ശരിയെന്ന് കാണിക്കാൻ വേണ്ടി ഓരോരുത്തരെ കൂട്ടുപിടിച്ച് വീഡിയോസൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. എല്ലാവരുടെ കാര്യമല്ല, പക്ഷേ എന്നിരുന്നാൽ പോലും കുറേയധികം പേര് അങ്ങനെ എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സത്യം അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുക. എന്നെ വിളിച്ച് എൻ്റെ കാര്യം കൂടെ തിരക്കിയിട്ട് മാത്രം ഇതേ കണക്കുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തായാലും ഇപ്പം ഇവർക്കെതിരെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ ബില്ലോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. എന്തായാലും ആർക്കും ഇത് കണക്കുള്ള ചതി പറ്റരുത് എന്നുള്ളൊരു കാര്യം കൂടി കല്യാണി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കല്യാണി പറഞ്ഞതാണോ കറക്റ്റ്, അതോ ഒരു ക്ലിനിക്കുകാർ പറയുന്നതാണോ കറക്റ്റ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.